ഫോർത്ത് മൊഡ്യൂളിലൊരു ടോപ്പിക്കാണ് ട്രിഗറിങ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സും അതുപോലെ തന്നെ ലാച്ചസിനെ വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ട്രിഗറിങ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ബി ചേഞ്ച് ബൈ ബ്രിങ് എ സ്മോൾ ചേഞ്ചിങ് ഇൻ ഇൻപുട്ട് സിഗ്നൽ. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻപുട്ട് സിഗ്നലിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ട്രിഗറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ദിസ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്രിഗർ പൾസ്. അതായത് ട്രിഗർ പൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ട്രിഗറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വെൻ എ ട്രിഗർ പൾസ് ഇസ് അപ്ലൈഡ് ടു ഇൻപുട്ട് ദ ഔട്ട്പുട്ട് ചേഞ്ചസ് ആൻഡ് ദിസ് ഈസ് ഹൗ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് സെറ്റ് ടു ബി ട്രിഗർഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രിഗർ പൾസിൽ ആ ട്രിഗർ പൾസ് നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, മാറും. അങ്ങനെ നമുക്ക് ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രിഗേർഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്സാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് എഡ്ജ് ട്രിഗറിങ് ഉണ്ട്, അതുപോലെ തന്നെ ലെവൽ ട്രിഗറിങ് ഉണ്ട്. ഓക്കെ, എഡ്ജ് ട്രിഗറിങ്ങും ലെവൽ ട്രിഗറിങ്ങും. അതിൽ ലെവൽ ട്രിഗറിങ്ങിൽ ഹൈ ലെവൽ ട്രിഗറിങ്ങിനുണ്ട്, അതുപോലെ ലോ ലെവൽ ട്രിഗറിങ് ഉണ്ട്. എന്താണ് ഹൈ ലെവൽ ട്രിഗറിങ് നോക്കാം. വെൻ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റിക്വയർഡ് ടു റെസ്പോണ്ട് അറ്റ് ഇറ്റ്സ് ഹൈ സ്റ്റേറ്റ്, ഹൈ ലെവൽ ട്രിഗർ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, വെൻ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റിക്വയർഡ് ടു റെസ്പോണ്ട് ഇറ്റ്സ് ഹൈ സ്റ്റേറ്റ്. അതായത് എപ്പോഴാണ് ഏത് ഹൈ സ്റ്റേറ്റിലാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈ ലെവൽ ട്രിഗറിങ് എന്ന് പറയുന്നത്. വെൻ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റിക്വയർഡ് ടു റെസ്പോണ്ട് അറ്റ് ഇറ്റ്സ് ഹൈ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ഔട്ട്പുട്ട് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ടൈമിംഗ് ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് കാണാറുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ജസ്റ്റ് ഒരു ഡാർക്കൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താർത്ഥം, ട്രിഗേഴ്സ് ഓൺ ഹൈ ക്ലോക്ക് ലെവലിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹൈ ലെവൽ ട്രിഗറിങ് നമ്മൾ ചെയ്യുന്നത്? അതായത് വെൻ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റിക്വയർഡ് ടു റെസ്പോണ്ട് ഇറ്റ്സ് ഹൈ സ്റ്റേറ്റ്, ഹൈ സ്റ്റേറ്റിലാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈ ലെവൽ ട്രിഗറിങ് എന്ന് പറയുന്നത്. ഇനി ലോ ലെവൽ ട്രിഗറിങ് എന്ന് വെച്ചാൽ എന്താണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റിക്വയർഡ് ടു റെസ്പോണ്ട് അറ്റ് ഇറ്റ്സ് ലോ സ്റ്റേറ്റ്. എപ്പോഴാണോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ലോ സ്റ്റേറ്റിൽ റെസ്പോണ്ട് ചെയ്യുന്നത്, അപ്പോൾ ഒക്കെ എന്ത് പറയുന്നു, ലോ ലെവൽ ട്രിഗറിങ് മെത്തേഡ് എന്ന് പറയുന്നു. ഇനി പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ഉണ്ട്, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ഉണ്ട്. ഓക്കെ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ട്രിഗറിങ്ങിൽ പോസിറ്റീവ് എഡ്ജ് ഉണ്ട്, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ഉണ്ട്. എന്താണ് പോസിറ്റീവ് എഡ്ജ് ഉദ്ദേശിക്കുന്നത്? അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ലോ ടു ഹൈ ട്രാൻസിഷൻ സ്റ്റേറ്റിലാണെങ്കിൽ, എങ്ങനെയാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ലോ ടു ഹൈ ട്രാൻസിഷൻ സ്റ്റേറ്റിലാണെങ്കിൽ ആ സ്റ്റേറ്റിന് ഇതിനെ വിളിക്കുന്ന പേരാണ്, ട്രിഗറിങ് വിളിക്കുന്ന പേരാണ് എന്ത്, പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു ടൈമിംഗ് ഡയഗ്രാമിൽ ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, ഡാർക്കൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് ഉദ്ദേശിക്കുന്നത്, പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഏരോ ഇട്ടിട്ട് വരയ്ക്കുകയാണെങ്കിൽ ക്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു ഏരോ കൊടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എന്താണ്, പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് എങ്ങനെയാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹൈ ടു ലോ ട്രാൻസിഷൻ സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഹൈ ടു ലോ ട്രാൻസിഷൻ സ്റ്റേറ്റിലായിരിക്കും. അങ്ങനെയുള്ള ട്രിഗറിങ് വിളിക്കുന്ന പേരാണ് ഇത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലായിരിക്കും, അതിൻ്റെ ഡാർക്കൻ ചെയ്തിട്ടുള്ള ആ വര വരുന്നത് ഡാർക്കൻ റൈറ്റ് സൈഡിലായിരിക്കും. ഇനി അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അതായത് ഫിഗർ നമ്മൾ പറഞ്ഞു, ഇതാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്കിൽ ഇതിൽ നമ്മൾ ഒരു വട്ടം വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും അല്ലേ, ജസ്റ്റ് ഒരു വട്ടം വരച്ചിട്ട് നമ്മളൊരു ആരോ വരക്കും. അങ്ങനത്തെ ആരോ വരികയാണെങ്കിൽ അർത്ഥം എന്താണ്, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു 1 ബിറ്റ് മെമ്മറി സെല്ലാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് ആയിട്ടുള്ള സ്പേസ് ആണ് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഇസ് എ 1 ബിറ്റ് മെമ്മറി സെൽ ആൻഡ് യൂസ് ടു സ്റ്റോർ ഡാറ്റ. അപ്പോൾ മെമ്മറി ആയതുകൊണ്ട് എന്ത് ചെയ്യാണ്, നമുക്ക് എന്തെങ്കിലും സ്റ്റോറിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടു ഇൻക്രീസ് സ്റ്റോറേജ് കപ്പാസിറ്റി വി ഹാവ് ടു യൂസ് ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ 1 ബിറ്റ് യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ബിറ്റ് വേണം, അല്ലെങ്കിൽ കൂടുതൽ എന്ത് വേണം, സ്പേസ് വേണം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, രജിസ്റ്റർ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് എന്ന് പറയുന്നത് രജിസ്റ്റർ എന്ന് പറയുന്നത്.
ഓക്കെ. രജിസ്റ്റേഴ്സ് ദാറ്റ് എലോ ഡാറ്റ ട്രാൻസ്ഫേഴ്സ് ആർ കോൾഡ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഓക്കെ. എന്താണ്, ഏത് രജിസ്റ്റേഴ്സാണോ ഡാറ്റ ട്രാൻസ്ഫർ എന്ത് ചെയ്യുന്നത്, എലോ ചെയ്യുന്നത്, ആ രജിസ്റ്റേഴ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് രജിസ്റ്റേഴ്സ് വിത്ത് പാരലൽ ലോഡ് എന്ന് പറയുന്നത്? എന്നാൽ രജിസ്റ്റേഴ്സ് വിത്ത് പാരലൽ ലോഡ്, ടൈപ്പ് ഓഫ് രജിസ്റ്റർ വെർ ഇൻഡിവിജ്വൽ ബിറ്റ് വാല്യൂസ് ഇൻ രജിസ്റ്റേഴ്സ് ആർ ലോഡഡ് സൈമിൾട്ടേനിയസ്ലി. അതായത് നമ്മൾ പാരലൽ ഔട്ടിൻ്റെ എക്സാമ്പിൾ, പാരലൽ സീരിയൽ ഔട്ടിൻ്റെ എക്സാമ്പിൾ പഠിച്ച പോലെ ഓരോന്നിൻ്റെയും ഇൻപുട്ട് നമ്മൾ സൈമിൾട്ടേനിയസിലാണ് എന്ത് ചെയ്യണത്, രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്യണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ D3 D2 D1 D0 എന്ന് പറയുന്നതാണ് എന്ത്, ഇൻപുട്ടായിട്ട് വരുന്നത്. അത് നമ്മൾ സൈമിൾട്ടേനിയസിലാണ് എന്ത് കൊടുക്കുന്നത്, ഒരേ സമയത്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള രജിസ്റ്റേഴ്സിന് വിളിക്കുന്ന പേരാണ് രജിസ്റ്റേഴ്സ് വിത്ത് പാരലൽ ലോഡ്. ഓക്കെ. ഈ ഫിഗർ ജസ്റ്റ് നോക്കി നോക്കിയാൽ ഇവിടെ നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ടായിട്ട് Q1 Q2 Q3 Q4 കൊടുക്കുന്നുണ്ട്. D3 D2 D1 D0